നിന്നോടുള്ള പ്രതികാരം ചെയ്യാൻ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ആയുധം ഇതാണ്. പ്ലേ ചെയ്തു തരാം, നിങ്ങളിരുന്ന് കണ്ടോ. നോക്കി. ഇതെന്താ സൗണ്ട് എവിടെ പോയി? വീഡിയോ ഇല്ലല്ലോ. ഞാൻ ശ്രദ്ധിച്ച് റെക്കോർഡൊക്കെ ചെയ്താണല്ലോ. അതിനുശേഷം ഇത് എവിടെ പോയി? കഷ്ടമുണ്ട്, ഇത് ശരിക്കും കഷ്ടമുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? ബമ്പറടിച്ചു അച്ഛാ. ഞാനത് ഡിലീറ്റ് ചെയ്തത്. അച്ഛൻ റെക്കോർഡ് ചെയ്തത് ഞാൻ കണ്ടു. ഇപ്പോ ഞാൻ നിങ്ങളെ തിരിച്ചടിക്കാൻ പോവാ. അതെങ്ങനെയാണെന്നറിയാവോ? അങ്ങനെ നീ എന്തിനാ ഡിലീറ്റ് ചെയ്തേ? ചെറിയമ്മയും ചെറിയച്ഛനും നമുക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. അവര് നമ്മളെ എത്ര സഹായിക്കുന്നുണ്ട്. അവര് നിങ്ങൾ ബുദ്ധിമുട്ടിച്ചാ ഞാൻ നോക്കി നിൽക്കണോ? അതുകൊണ്ട് ഡിലീറ്റ് ആക്കിയത്. ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇനി നിങ്ങൾക്കതിന് കഴിയില്ല. സൗമ്യ, താങ്ക് യു സോ മച്ച് ഡാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി. ശരി, താങ്ക് യു ഡാ. ഹലോ. ശരി, ഓക്കെ, ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് എത്താം. ആവനി, എനിക്ക് പെട്ടെന്ന് ഓഫീസിലേക്ക് പോകണം. താൻ വീട്ടിലേക്ക് പൊക്കോ. ശരി ഏട്ടാ. ബൈ ചേച്ചി. ബൈ സൗമ്യ. ബൈ ചെറിയമ്മേ. കോടികൾ വിലമതിക്കുന്ന ആസ്തിയും വസ്തുക്കളും ഉണ്ടെന്നറിഞ്ഞിട്ടും സുജാത അവളുടെ അനിയത്തിയുടെ പേരും വിവരങ്ങളും പറയാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ എന്തോ വലിയ രഹസ്യം തന്നെ ഉണ്ടായിരിക്കും. ശ്രീകരേട്ടനും അവനെയും പോയിട്ടുണ്ടല്ലോ. എന്ത് ന്യൂസ് ആയിട്ട് വരുമെന്ന് നോക്കാം. എക്സ്ക്യൂസ് മീ. ഈ സാഡിസ്റ്റ് ദുഷ്ടനൊരു മുന്നറിയിപ്പ് പോലും തരാതെ ഇങ്ങോട്ട് വന്നത് എന്തിനാ? ദുബായിക്കാരനല്ലേ? അതെ രാധാകൃഷ്ണേട്ടാ, എന്റെ വിക്കിയാ. Can I come? come, welcome. ഹലോ എവ്രിവൺ. എന്നെക്കുറിച്ച് ഇവിടെ
സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ വേണ്ടി വരില്ലെന്ന് തോന്നുന്നു. ഒട്ടും വേണ്ടി വരില്ല. ഇന്നലെ ശ്രീകറിന്റെ ബർത്ത്ഡേക്ക് ഇടയ്ക്ക് നിഹാരിക നിന്നെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു തന്നിരുന്നു. അതുകൊണ്ട് ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യമില്ല. എല്ലാം നിഹാരിക ഉള്ളതുകൊണ്ടാ. എന്റെ വിക്കി അവനിക്ക് പെർഫെക്റ്റ് മാച്ച് ആയിരിക്കില്ലേ? ആവനിയുടെ സ്റ്റാറ്റസിന് ഈ ചെറുക്കൻ ഒരുപാട് കൂടുതലാ. നിന്റെ അമ്മയുടെ അനിയനെ ഇങ്ങനെ നിർത്തി സംസാരിക്കുന്നത് എന്താ? ഇരിക്കാൻ പറഞ്ഞിട്ട് കോഫി കൊണ്ടുപോവാ. ഇരിക്ക് വിക്കി. ഇറ്റ്സ് ഓക്കെ, നോ ഫോർമാലിറ്റീസ്. അച്ഛനമ്മമാരെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അച്ഛാ, അമ്മേ, വികാസ് വന്നിട്ടുണ്ട്, ഒന്ന് പുറത്തേക്ക് വരുമോ? അതെ ദുബായ് വിക്കി, നിനക്ക് ദുബായിൽ എന്താ പരിപാടി? എനിക്ക് അവിടെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതുപോലെ വേറെ കുറച്ച് കമ്പനീസുമായിട്ട് ടൈപ്പ് ഉണ്ട്. ആവിനീനെ കല്യാണം കഴിച്ചതിന് ശേഷം എന്നെ ഒന്ന് ദുബായിക്ക് കൊണ്ടുപോണേ. ആ കേട്ടല്ലോ. യാ ഷുവർ. ഹലോ ആൻറ്റി. ഹായ് അങ്കിൾ. ഹായ് വികാസ്. സുഖാണോ വികാസ്? സുഖമാണ് ആൻറ്റി. ബ്ലസ് മീ. അയ്യോ, ആവനിയുമായിട്ട് ശീഘ്രമേവ കല്യാണ പ്രാപ്തിരസ്തു. നിങ്ങളുടെ വിഷയം എനിക്ക് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട ആൻറ്റി. എൻ്റെ ഈ പ്രൊപ്പോസലിനെ കുറിച്ച് നിഹാരിക പറഞ്ഞത് എന്താണെന്നൊക്കെ അവൾ എന്നോട് വന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു. എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു ഒബ്ജക്ഷനും ഇല്ല. ഈ കടമ ഏറ്റെടുത്ത് ആവണിയായിട്ടുള്ള എൻ്റെ കല്യാണം നടത്തി തരുമെന്ന് കരുതുന്നു. പെട്ടെന്ന് തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്ക് ഈ കല്യാണം നടത്താം. താങ്ക്സ് എ ലോട്ട് അങ്കിൾ. മോനെ ഇരിക്ക്. വസന്ത, കോഫി എടുത്തുകൊണ്ട്. ശരി അച്ഛാ. ചെറുക്കനെ കണ്ടിട്ട് രാവിലെ എഴുന്നേറ്റ് കോഫി കുടിക്കുന്ന ആളാന്ന് തോന്നുന്നേ ഇല്ല. ദുബായിൽ വളർന്ന ബോഡിയല്ലേ? പൃഥ്വിരാജേ, എന്താ പറഞ്ഞു വരുന്നേ? അത് പിന്നെ അച്ഛാ, കോഫിയും ടീ ഒന്നും ആയിരിക്കില്ല, വല്ല മിൽക്ക് ഷേക്കോ ജ്യൂസോ എല്ലാം ആയിരിക്കുമെന്ന് പറയായിരുന്നു. എൻ്റെ ഹോബീസ് എന്താണെന്ന് നിഹാരിക നിങ്ങളോട് പറഞ്ഞോന്നറിയില്ല. ഞാൻ ആൽക്കഹോൾ കണ്ട അപ്പം ഛർദ്ദിക്കും. എനിക്ക് യാതൊരു ബാഡ് ഹാബിറ്റും ഇല്ല, കോഫി ഉൾപ്പെടെ. ഇന്നത്തെ കാലത്ത് നിന്നെ പോലെ നല്ല ശീലങ്ങളുള്ള കുട്ടികളുണ്ടാകും. ഗ്രേറ്റ് മോനെ. മോനെ ഇരിക്ക്. അവനി എവിടെ? പുറത്തേക്ക് പോയതാ. ശ്രീകരേട്ടനും ആവനയും കൂടി അവനയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയതാ. ആണോ? അവണിയെ കണ്ട് സംസാരിച്ചിട്ട് പോകാമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു വന്നതാ. ദാ നോക്ക്, അവളിങ്ങ എത്തി. അവിടെ തന്നെ നിന്ന് കളഞ്ഞത് എന്താ? വാമോളെ. ഹലോ, ഹായ് അവനി. കെട്ടാൻ പോകുന്നവൻ വിഷ് ചെയ്താ റിപ്ലൈ കൊടുക്കാത്ത എന്താ? ആവണിക്ക് എന്തോ കുറച്ച് നാണം കൂടുതലാണല്ലേ? നോ പ്രോബ്ലം. ശ്രീകർ എവിടെ മോളെ? ജോലിയുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. എന്നോട് വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. സുജാതയോട് അച്ഛനും അമ്മയും പറഞ്ഞ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നോ? അവൾ അവളുടെ അനിയത്തിയെക്കുറിച്ച് പറഞ്ഞോ? ആ കാര്യം പിന്നീട് സംസാരിക്കാം മോളെ. വികാസ് വന്നതല്ലേ? അതെ ആവണി, എനിക്ക് തന്നെ പോലുള്ള ട്രഡീഷണൽ ഗേൾസിനെ വളരെ ഇഷ്ടമാണ്. നിന്നെപ്പോലെ സുന്ദരിയായ നല്ല മനസ്സുള്ള ഒരു പെണ്ണുമായിട്ട് ലൈഫ് ലോങ് ഒരുമിച്ച് ജീവിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞാൻ ഇതുവരെ എന്റെ തീരുമാനം പറഞ്ഞിട്ടില്ല. അതിന് പറയാൻ എന്താ ഉള്ളേ? അമ്മ ഇത് ഓൾറെഡി ഫിക്സ് ചെയ്തല്ലോ. ദാറ്റ് ഈസ് ഫൈനൽ.
ഞാൻ മുതിർന്നവർ പറഞ്ഞാൽ അനുസരിക്കും. നിങ്ങളും അനുസരിക്കണം. നല്ല പൊരുത്തോ നിങ്ങള്. വികാസിനെ കല്യാണം കഴിക്കുന്ന കാര്യത്തില് നിനക്കുള്ള എതിർപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. ഇതിനേക്കാൾ നല്ലൊരാളെയും നല്ലൊരു ബന്ധവും ഇനി നമുക്ക് കിട്ടില്ല. ഞങ്ങളുടെ വാക്കിനെ എതിർക്കരുത്. അമ്മയുടെ വാക്കിനെ എതിർത്താ ഈ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അങ്ങനെ ഹേർട്ട് ചെയ്ത് സംസാരിക്കരുത്. ഈ പാവത്തിന്റെ മനസ്സ് വേദനിക്കില്ലേ? ആൻറ്റി, ഞാൻ മുതിർന്നവരുടെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാറില്ല. നിങ്ങൾ പെർമിഷൻ തന്നാൽ ഞാനും അവനെയും ജസ്റ്റ് ഒന്ന് പുറത്ത് കറങ്ങിയിട്ട് വരാം. ഒരാൾ മറ്റൊരാളുടെ മനസ്സ് മനസ്സിലാക്കണം. ഒരാളുടെ അഭിപ്രായം മറ്റൊരാൾ അറിയണം. അങ്ങനെ ഒരാളുടെ ഇഷ്ടം മറ്റൊരാൾ അറിയണമെങ്കിൽ വി നീഡ് സം പ്രൈവറ്റ് സ്പേസ്. നിങ്ങൾക്ക് എതിർപ്പില്ലെങ്കിൽ മാത്രം. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ട് വരാം. കല്യാണം കഴിക്കുന്നവര് കല്യാണത്തിന് മുമ്പ് തമ്മിൽ പരസ്പരം അറിയുന്നത് ഒരു നല്ല കാര്യമല്ലേ? ഞങ്ങൾ എന്തിനാ മോനെ ഇതിനെതിര് പറയുന്നത്? അവനി വികാസിന്റെ കൂടെ പോയിട്ട് വാ മോളെ. സോറി ആന്റി, ഞാൻ പോവില്ല. അമ്മ പറയുന്നതിനൊരു വിലയും കൊടുക്കാതെ അവള് പറയുന്നത് കേട്ടില്ലേ? എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ച് വികാസിന്റെ കൂടെ പറഞ്ഞേക്കാം. അമ്മ വാമേ. ഞങ്ങൾ ഇപ്പൊ വരാം. നീ ഇവിടെ ഇരിക്കും മോനെ. കുഴപ്പമില്ല ആൻറ്റി. നിനക്ക് തോന്നുന്ന പോലെ ഇങ്ങനെ വന്നാ ഞങ്ങൾ എന്താ കരുതണ്ടേ? അഹങ്കാരം എന്ന് കരുതണം, അല്ലാതെ എന്താ? കാവ്യയുടെ കല്യാണത്തെക്കുറിച്ച് ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു ചിന്തയും ഇല്ല. അതിഥിയായ നിന്റെ കാര്യത്തിൽ പക്ഷേ സ്വന്തക്കാരെക്കാളും കൂടുതലായിട്ട് ആലോചിക്കുന്നുണ്ട്. നിന്റെ ബിഹേവിയർ പക്ഷേ വളരെ വേസ്റ്റാ കേട്ടോ. ഇവിടുത്തെ അമ്മയുടെ വാക്കിന് നീ വില കൊടുക്കുന്നില്ലെന്ന് വച്ചാ വികാസ് എന്ത് വിചാരിക്കും? എന്റെ അനിയന്റെ കൂടെ തുള്ളിച്ചാടി പോവുമല്ലോ. പറയുന്നതിന് മുന്നേ ഫ്രണ്ട് സീറ്റിലും ഇരിക്കും. ഇപ്പൊ നിനക്ക് കല്യാണം കഴിക്കാൻ പോകുന്നവന്റെ കൂടെ പുറത്തേക്ക് പോയാൽ എന്താ പ്രശ്നം? ശ്രീകർ ആണെങ്കിൽ മാത്രമേ നീ പോകൂ. നിന്റെ ഭാവി ഭർത്താവാണെങ്കിൽ നീ പോകില്ലേ? ശ്രീകറിനോട് എന്തിനാ നീ അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്നേ? നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ശരിക്കും എന്താ? ഫ്രണ്ടിന്റെ അനിയത്തിയും ശ്രീകരേട്ടനും തമ്മില് എന്ത് റിലേഷൻ ഉണ്ടാകാനാ രാധാകൃഷ്ണേട്ടാ? എനിക്ക് തോന്നുന്നത് ശ്രീകരേട്ടന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ഇവള് പക്ഷേ ഏട്ടനെ ട്രാപ്പ് ചെയ്യുന്നത് പോലെയാ തോന്നുന്നത്. അങ്ങനെ ട്രാപ്പ് ചെയ്യുന്ന ആളുകൾ വേറെ ഉണ്ടാവും. ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ആ കാര്യം പറയാനുള്ള അർഹത നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആലോചിച്ചിട്ട് വേണം പറയാൻ. എല്ലാരും ചേർന്ന് ദോഷം പറയുന്ന ഒരവസ്ഥയില് നീ ഉണ്ടാവരുതാവനി. എന്തെങ്കിലും പറയിപ്പിക്കാൻ ഞാൻ അരുതാത്തത് എന്താ ആന്റി ചെയ്തത്? വികാസിനെ വേണ്ടാന്ന് പറയാൻ നീ ഒരൊറ്റ കാരണം പറഞ്ഞേ. ചിലതിനൊന്നും കാരണങ്ങൾ ഉണ്ടാവില്ല ആന്റി. ഉത്തരവില്ലാത്ത ചോദ്യവും കാരണമില്ലാത്ത അനിഷ്ടവും ഇല്ല മോളെ. പറയാൻ പറ്റാത്ത അവസ്ഥ എന്നൊന്നും ഉണ്ടാവില്ലേ അങ്കിൾ? ഞങ്ങളോട് നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ മോളെ?
ഒരു കാര്യം പറയുന്നില്ല എന്ന് കരുതി അതെങ്ങനെ വിരോധമാകുന്നത്? പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്ന ഒന്നില്ലേ, അങ്ങനെ ഉണ്ടായിക്കൂടെ? കല്യാണക്കാര്യത്തില് ഒന്നും മറച്ചു വെക്കരുതെന്ന് പറഞ്ഞ മോളെ. വ്യക്തിഗത ആഗ്രഹങ്ങൾക്ക് ഭംഗം വരുത്തുന്ന കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറഞ്ഞതാ മോളെ. നീ പറയുന്ന കാരണങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നമുക്കത് ആലോചിക്കാം. നിനക്ക് വികാസമായിട്ട് ഈ കല്യാണം ഇന്നൊരു കാരണം കൊണ്ട് വേണ്ടാന്നുള്ളതിന് ഒരൊറ്റ കാരണം നീ പറഞ്ഞാ മതി. പിന്നെ ഞാൻ ഒരിക്കലും പറയില്ല, കല്യാണക്കാര്യം പറഞ്ഞ് നിന്നെ ശല്യപ്പെടുത്തൂല്ല. നിനക്ക് വികാസിനെ ഇഷ്ടമല്ല എങ്കിൽ ശ്രീകരേട്ടനെ നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വേണം ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കാൻ. ശ്രീകറുമായി നിന്റെ കല്യാണം നടക്കണമെന്ന് ഇപ്പോഴും നീ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് കരുതേണ്ടി വരും. അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും വേണ്ടാന്ന് എപ്പോഴേ പറഞ്ഞതാ. അമ്മേ, ഈ ആവനിയെ നമ്മൾ വല്ലാതെ തലയിൽ കയറ്റി അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞു. ആ അതിഥിക്ക് ഒരു പരിധി വെക്കുന്നത് നല്ലതാണെന്ന് ഈ ആവനിയെ കണ്ടപ്പോ എനിക്ക് ശരിക്കും മനസ്സിലായി. അല്ല, നമ്മൾ എന്തിനാ ഈ ആവനിയെ ഓർത്ത് സഫർ ചെയ്യുന്നേ? നമ്മൾ പറയുന്നത് കേട്ട് നമ്മൾ പറയുന്ന പോലെ നടന്ന ഈ വീട്ടിൽ നിർത്തിയാൽ മതി. അല്ലെങ്കിൽ അവളെ പറഞ്ഞ് പുറത്തേക്ക് വിട്. വിരുന്ന് കൊടുക്കുന്നത് നമ്മളാണെങ്കിൽ പന്തിയിൽ എവിടെ ഇരുന്നാലും കുഴപ്പമില്ലെന്ന പോലെ ആവനിക്ക് എല്ലാം അനുകൂലമായി നടക്കുന്നതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ വിലയില്ലിപ്പോ. നിന്നെക്കുറിച്ചും ശ്രീകരനെ കുറിച്ചും വീട്ടിൽ മാത്രമല്ല പുറത്താണെങ്കിലും മോശമായിട്ട് ഒരു വാക്കുപോലും കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഞാൻ കേൾക്കേണ്ടി വന്നാല് തെറ്റ് ചെയ്തത് നീയാണെന്ന് എനിക്ക് കരുതേണ്ടി വരും ആവനി. എല്ലാവരും ഇത്രയൊക്കെ കാര്യമായിട്ട് പറഞ്ഞിട്ടും നിന്റെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നോക്കുമോളെ, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് ചെയ്തതാ. നീ ചെയ്ത നന്മകളെല്ലാം ഞങ്ങൾ എന്നും ഓർക്കുകയും ചെയ്യും. ആ നന്ദി കൊണ്ടാണ് നിനക്ക് നല്ലത് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിന്റെ നന്മ ആഗ്രഹിക്കുന്നത് കൊണ്ട് പറയാ, വികാസിന്റെ കൂടെ പുറത്തേക്ക് ചെല്ല്. നിങ്ങൾക്ക് രണ്ടാൾക്കും ഇടയിൽ എന്തെങ്കിലും കാര്യത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുശേഷമുള്ള കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. അപ്പൊ വികാസുമായിട്ട് കല്യാണം നടത്തുന്നത് ആലോചിക്കണോ വേണ്ടേന്ന് ഞാനൊരു തീരുമാനത്തിലെത്തിക്കോളാം. അമ്മ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലേ? ഇതിനേക്കാൾ നല്ലൊരു ഓപ്ഷൻ മറ്റെന്തുണ്ടാകാനാ? ഒരു പെണ്ണ് അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കണം. ബലം പ്രയോഗിച്ച് കല്യാണം കഴിപ്പിക്കരുത്. ആ കാര്യത്തില് ഞങ്ങൾ നിനക്ക് സപ്പോർട്ടാ മോളെ. മോള് പോയി ഫ്രഷായി സാരി മാറ്റിയിട്ട് വാ. പാവം വികാസ് ഒരുപാട് നേരമായി നിന്നെ വെയിറ്റ് ചെയ്യാണ്. അവന്റെ ലെവൽ വെച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമൊന്നും അവനില്ല. അത്ര നല്ല ഒരുത്തിന് വേണ്ടി പെൺകുട്ടികളുടെ പേരൻസ് ക്യൂ നിൽക്കുന്നുണ്ടാവും. ചെല്ലു മോളെ. അവനി എവിടെ? വരാൻ എന്തേലും പ്രശ്നമുണ്ടോ? എന്നാ ഫോഴ്സ് ചെയ്യണ്ട കേട്ടോ. എല്ലാവരും അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് മോനെ. സാരി മാറ്റിയിട്ട് വന്നോളൂ. മനസ്സിലാക്കുക എന്ന് പറഞ്ഞാ ചില്ലറ മനസ്സിലാക്കലൊന്നുമല്ല. ഞങ്ങൾ കുറേ പറഞ്ഞു നോക്കി, അവസാനമാണ് ട്രാക്കിലേക്ക് വീണത്. പെൺകുട്ടികൾക്ക് ലോല മനസ്സാണ്. അവനെപ്പോലുള്ളവര് വളരെ സോഫ്റ്റാ. അങ്ങനെയുള്ളവരെ വളരെ സെൻസിറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യണം. അവള് നീ വിചാരിക്കുന്നത്ര സോഫ്റ്റ് ഒന്നും അല്ല. അവള് നല്ല ലോകവിവരമൊക്കെ ഉള്ള പെണ്ണ. അതെ അതെ,
ദുബായി പോയാൽ നിന്നെയും വിറ്റുകളയും. വസന്ത, എന്താ നീ പറഞ്ഞത്? ആവനിയുടെ ബുദ്ധിയെ ചേച്ചി പ്രശംസിച്ചതല്ലേ അച്ഛാ? ഞാൻ വികാസിന്റെ കൂടെ പുറത്തേക്ക് പോയാ ശ്രീകരേട്ടൻ അത് അറിയുമല്ലോ. അദ്ദേഹത്തിന് അത് വലിയ വിഷമാവും.